കുബേര രാജയോഗം ഇവർക്ക് നൽകും രാജകീയ ജീവിതം. നിങ്ങളും ഉണ്ടോ? ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രൂപപ്പെടുന്ന യോഗങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കും. വ്യാഴം ഇടവ രാശിയിൽ പ്രവേശിക്കുന്നത് കുബേര രാജയോഗം സൃഷ്ടിക്കും. ജ്യോതിഷത്തിൽ 9 ഗ്രഹങ്ങളിൽ ദേവഗുരു വ്യാഴത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യാഴത്തിന് ഒരു രാശിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ 13 മാസമെടുക്കും. സന്തോഷമൈശ്വര്യം, സമ്പത്ത്, മഹത്വം, ബഹുമാനം എന്നിവയുടെ കാരകനായിട്ടാണ് വ്യാഴത്തെ കണക്കാക്കുന്നത്. വ്യാഴം അതിന്റെ ചലനം മാറ്റുമ്പോഴെല്ലാം 12 രാശികളിലും കാണും. വ്യാഴം 2025 മെയ് വരെ ഇവിടെ തുടരും. വ്യാഴത്തിന്റെ ഇടവ രാശിയിലെ സംക്രമണം 3 രാശിക്കാരുടെ ഭാഗ്യം തെളിയിക്കും. അതിലൂടെ കുബേര രാജയോഗം രൂപപ്പെടും. ആ ഭാഗ്യ രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജാതകത്തിൽ കുബേരയോഗം എങ്ങനെ? വൈദിക ജ്യോതിഷപ്രകാരം ജാതകത്തിന്റെ 2ാമത്തെയും 11ാമത്തെയും ഭാവാധിപൻ സ്വന്തം രാശിയിലോ ഉയർന്ന രാശിയിലോ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കുബേരയോഗം രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത്. രാശിയിൽ മാറ്റം വരികയോ 2ാം ഭാവാധിപന്മാരുടെയും 11ാം ഭാവത്തിന്റെയും അധിപന്മാരുടെ കൂടിച്ചേരൽ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ കുബേരയോഗം രൂപപ്പെടുന്നു. ഇവർക്ക് ഈ സമയം ഭൗതിക സുഖങ്ങൾക്ക് ഒരു കുറവുമുണ്ടാകില്ല. ബിസിനസ്സിൽ പുരോഗതി നേടുകയും രാജാക്കന്മാരെപ്പോലെ ആഡംബരപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്യും. മേടം, വ്യാഴത്തിന്റെ സംക്രമത്താൽ രൂപപ്പെടുന്ന കുബേരയോഗം ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകും. ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിന്റെയും സ്ഥാനക്കയറ്റത്തിന്റെയും ആനുകൂല്യം ലഭിക്കും. 2025 മെയ് വരെ നിങ്ങൾക്ക് വ്യാഴത്തിന്റെ സ്പെഷ്യൽ കൃപയുണ്ടാകും. വിവാഹിതരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരവും സമാധാനപൂർണവുമാകും. തൊഴിൽ രംഗത്ത് പുരോഗതി, അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം, മാർക്കറ്റിംഗ്, ബാങ്കിംഗ്, മീഡിയ എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഭാഗ്യനേട്ടം, സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. ബിസിനസ്സിൽ ലാഭം, ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന ഒരു പ്രോജക്റ്റ് പൂർത്തിയാകാം. വിദ്യാഭ്യാസരംഗത്തും മികച്ച വിജയം കൈവരിക്കാൻ കഴിയും. ചിങ്ങം, കുബേരയോഗത്തിന്റെ രൂപീകരണം ഇവർക്ക് അനുകൂലമായേക്കാം. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും. ഏതെങ്കിലും മതപരമോ മംഗളകരമോ ആയ പരിപാടികളിൽ പങ്കെടുക്കാൻ യോഗമുണ്ടാകും. രാജ്യത്തിനകത്തും പുറത്തും യാത്ര പോകാൻ യോഗം. ബിസിനസ്സുകാർക്ക് ഈ സമയം വലിയ ഇടപാട് ലഭിക്കും. ജോലിയിൽ വിജയം, പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവയുണ്ടാകും. കർക്കടകം, കുബേര രാജയോഗത്തിന്റെ രൂപീകരണം ഇവർക്ക് ശുഭപ്രതീക്ഷ നൽകും. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. വിദേശ നിക്ഷേപത്തിൽ നിന്ന് നേട്ടങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ, ഔദ്യോഗിക ജീവിതത്തിൽ പുരോഗതി, ബിസിനസ്സുകാർക്ക് നല്ലൊരു ഡീൽ ലഭിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം, വാതുവെപ്പ്, ലോട്ടറി, ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ എന്നിവ അവസാനിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാണെങ്കിൽ വിജയമുണ്ടാകും. വിദേശത്ത് പഠിക്കാനുള്ള ആഗ്രഹം സഫലമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യുക. ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നമസ്കാരം.